أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ സദീസ് സംസാരിച്ചതായ വിഷയം കാലത്തിന്റെ ചേഞ്ചുകളെ കുറിച്ചാണ്. നാം ഇപ്പോൾ തണുപ്പ് കാലം അവസാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം വരുന്നതായ കാലത്തെ നാം സ്വീകരിക്കാൻ പോവുകയാണ്. ഈ കാലങ്ങൾ ചേഞ്ച് ആവുക എന്നത് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹവും വിശാലമായ അവന്റെ ശക്തിയും കഴിവും നമ്മുടെ മുമ്പിൽ പ്രകടമാവുന്നതായ ഒരു ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ രൂപത്തിലുള്ളതായ ചേഞ്ചുകൾ കാലത്തിലൂടെ ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ധാരാളം മസാലിഹകൾ ദുനിയവിയായി നമുക്ക് നേടേണ്ടതായ ധാരാളം നേട്ടങ്ങൾ മുടങ്ങിയിരുന്നേനെ. വെയിലിലൂടെയും ചൂടിലൂടെയും തണുപ്പിലൂടെയും ഖരീഫിലൂടെയും അറബി ഭാഷയിൽ പറയുക എന്നത് അഷിത എന്ന് പറഞ്ഞാൽ ശൈത്യകാലമാണ്, തണുപ്പ് കാലമാണ്. അസൈഫ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലമാണ്. അതുപോലെ തന്നെ റബി എന്ന് പറഞ്ഞാൽ വസന്തകാലമാണ്. അൽ ഖരീഫ് എന്ന് പറഞ്ഞാൽ ഹേമന്തകാലമാണ്. അങ്ങനെ 4 കാലമാണ് ഒരു വർഷത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ച് ഉണ്ടാക്കി തന്നത്. അതിൽ ഈ അവസാനം പറഞ്ഞതായ ഖരീഫ് ഉഷ്ണത്തിന്റെയും ശൈത്യത്തിന്റെയും ഇടയിലുള്ളതായ ഒരു കാലത്തിനെ കുറിച്ചാണ്. ഓരോ കാലത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ കേരളത്തിലൊക്കെ നമ്മുടെ മലയാള ഭാഷയിൽ പറയുന്നതായ അൽ ഖരീഫ് എന്നതായ ഹേമന്തകാലം ഉണ്ടാവാറുള്ളത് തുലാം, വൃശ്ചികം, ധനു പോലത്തതായ മാസങ്ങളിലാണ്. ഏതായാലും അതിലൊക്കെ പ്രത്യേക കൃഷിയാവട്ടെ മറ്റു പ്രത്യേകതകൾ എന്തെല്ലാമുണ്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ പ്രത്യേകതകളെല്ലാം നമ്മുടെ മസാലിഹകളാണ്. ആ മസാലിഹകളെല്ലാം അതാ നമ്മുടെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെയാണ്. അതിനൊക്കെ കാലങ്ങൾ മാറി മാറി വന്നിട്ടില്ലെങ്കിൽ, എല്ലാ കാലവും ഒരുപോലെയാണെങ്കിൽ ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നതായ മഹാ അനുഗ്രഹമാണ് കാലങ്ങളുടെ ചേഞ്ചുകളും മാറ്റങ്ങളും എന്ന്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഷിത്താ, ഇപ്പോൾ തണുപ്പ് കാലമാണ് സൗദി അറേബ്യയിൽ, പ്രത്യേകിച്ച് മദീനയിലേക്ക് നല്ല തണുപ്പാണ് എന്നത് എന്റെ ശബ്ദം കേൾക്കുന്നവർക്കൊക്കെ അറിയാമല്ലോ. ഈ ഷിത്താ വരുന്നതായ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സഹാബാക്കളൊക്കെ പണ്ട് മർഹബം ബി ഷിത്താ, ഷിത്താനെ ഞങ്ങൾ വളരെ ആവേശത്തോടുകൂടി വെൽക്കം സ്വീകരിക്കുന്നു എന്ന് പറയാറുണ്ടായിരുന്നു. കാരണം ബർക്കത്തിന്റെ മാസങ്ങളാണ് എന്നതുകൊണ്ട് തന്നെ. കാരണം നാം ചിന്തിക്കും പോലെയല്ല അവർ ചിന്തിക്കാറുള്ളത്. അവർക്ക് അതിലൂടെ പകൽ നോമ്പ് പിടിക്കുവാനും നോമ്പ് വർദ്ധിപ്പിക്കുവാനും രാത്രി വേളയിൽ കൂടുതൽ അള്ളാഹു നോമ്പിൽ നിന്ന് നമസ്കരിക്കുവാനും അത് സഹായകമാകുന്നു എന്നതുകൊണ്ട് അവര് സന്തോഷിക്കാറുണ്ടായിരുന്നു, ആഹ്ലാദിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ളതായ ഷിത്താ എന്നതായ കാലം വരുന്നതായ സന്ദർഭത്തിൽ, തണുപ്പ് കാലം വരുന്നതായ സന്ദർഭത്തിൽ, അതെ, മക്ക ഇമാം ഉണർത്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും ശറഇൽ ഈ പ്രത്യേക തണുപ്പ് കാലഘട്ടങ്ങളിൽ ശറഅ ആക്കിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ഖുഫ ധരിക്കുക. അഥവാ ഖുഫ ധരിക്കുന്ന സന്ദർഭത്തിൽ തണുപ്പുണ്ടാകുമ്പോൾ ഖുഫ ജനങ്ങൾ ധരിക്കുന്നു. ലെതർ കൊണ്ടുള്ളതായ വസ്ത്രമാണ്. അത് ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ 24 മണിക്കൂർ ഒതോടുകൂടിയാണ് ധരിച്ചതെങ്കിൽ 24 മണിക്കൂർ ഒതു പിടിക്കുമ്പോഴെല്ലാം അതിന്റെ മീത തടകിയാൽ മതിയാവുന്നതാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഖുഫിന്റെ സ്ഥാനത്ത് ജോറബ് എന്ന പേരിൽ ധരിക്കുന്നതായ വസ്ത്രമാണ്. ജോറബ് എന്ന് പറഞ്ഞാൽ കാലോറയാണ്. കാലോറ ഖുഫയുടെ സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഖുഫക്കുള്ള പ്രത്യേകത അതിനുണ്ടാവണം. അഥവാ അത് അഴിച്ചെടുക്കാനുള്ള പ്രയാസവും അപ്രകാരം തന്നെ വെള്ളം കൊണ്ട് നാം മീതെ തടകിയാൽ നനവ് താഴെ എത്താത്ത രൂപത്തിലുള്ളതായ കട്ടിയുമുള്ളതായിരിക്കണമെന്ന് പ്രത്യേകം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. അതും ശ്രദ്ധിക്കൽ നല്ലതാണ്. അങ്ങനെയുള്ളതായ അള്ളാഹുവിന്റെ കൺസേഷൻ ഉപയോഗിക്കുന്നതായ വിഭാഗം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നതായ ഓരോ മാസങ്ങളിലും ഓരോ പ്രത്യേകതകളിലും ഓരോ സീസണുകളിലും ഓരോ ജൗവുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക അനുഗ്രഹങ്ങൾ ചൊരിയുന്നുണ്ട് എന്നതും, അക്കൂട്ടത്തിൽ ചില മാസങ്ങളിൽ പ്രത്യേക ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശറഅാക്കി തന്നിട്ടുണ്ട് എന്നതും ഇവിടെ സ്മരണീയമാണ്. എന്നാൽ മക്ക ഇമാം റബീഅ പറഞ്ഞപ്പോൾ, റബീഅ എന്ന് പറഞ്ഞാൽ വസന്തകാലം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പദ്യം പാടുകയുണ്ടായി. അതാക റബീഉൽ തൽഖു യഖ്താലു ളാഹിക മിനൽ ഹുസ്നി ഹത്താ കാദ അൻ യതകല്ല
മുസല്ലമ. ഇപ്പോൾ വസന്തം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. നല്ല പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ നല്ല ചിരിയോടുകൂടിയാണ് വന്നത്. യഥാർത്ഥത്തിൽ ചിരിയോട് തുല്യപ്പെടുത്തിയും കൊണ്ട് ചിരിച്ചുകൊണ്ടാണ് ഞങ്ങളിലേക്ക് ആസന്നമായത്. അത് സംസാരിക്കും പോലെ ഇരിക്കുന്നു നമ്മളോട് എന്നൊക്കെ പദ്യം പാടിയത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള വസന്തകാലത്തെ കുറിച്ചാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ അനുഗ്രഹമാണ് കൃഷികളും ചെടികളും എല്ലാം വളരുന്നതും പുഷ്പങ്ങൾ വളരുന്നതും. അതിലെല്ലാം നമ്മുടെ സിഹത്തിന്, ആരോഗ്യത്തിന് വരെ നല്ല പുഷ്ടി ഉണ്ടാക്കാനുള്ളതായ മാധ്യമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസങ്ങളിലൂടെയും ഈ പ്രത്യേക സീസണുകളിലൂടെയും ഉണ്ടാക്കി തന്നു എന്നതും വളരെ ശ്രദ്ധേയമായ ഭാഗമാണ്. എന്ന് മാത്രമല്ല, ബിഅ എന്നതിനെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പ്രത്യേകം മക്കായിമ ഉണർത്തുകയുണ്ടായി. അഥവാ ചുറ്റുപാടും അന്തരീക്ഷങ്ങൾ അനുസരിച്ചിട്ട് ഇവിടെയുള്ളതായ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതായ മാധ്യമങ്ങളെയൊക്കെ സംരക്ഷിക്കൽ സന്ദർശകരൊക്കെ ശ്രദ്ധിക്കേണ്ടതായ ഭാഗമാണ്. അത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിലേക്ക്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മാസങ്ങളും അതുപോലെ തന്നെ സീസണുകളും മാറ്റിക്കൊണ്ടേ തരുക എന്നത് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ്. അതിനു പുറമെ അള്ളാഹുവിന്റെ ശക്തിയായ ആ ഖുദ്റത്ത് നമ്മുടെ മുമ്പിൽ പ്രകടമാക്കുന്ന മറ്റൊരു ഭാഗവും കൂടിയാണ് എന്നതുകൂടി ഈ സത്യവിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ശഅബാൻ മാസം സമാഗതമായിരിക്കുകയാണ്. ശഅബാൻ മാസം സമാഗതമാകുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ശഅബാൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് റമദാനാണ്. പിന്നെ വരുന്നതെല്ലാം സീസണുകളാണ്. എന്തിനുള്ള സീസണുകൾ? സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാനുള്ളതായ സീസണുകളാണ്. പ്രത്യേകിച്ച് ഹജ്ജിന്റെ മാസങ്ങൾ വരാൻ പോവുകയാണ്. ശവ്വാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം കെട്ടാനുള്ള മാസങ്ങളായി മാറും നമുക്കറിയാവുന്നതുപോലെ. പക്ഷെ മുഹറമാത്തുകളായ മാസങ്ങളിൽ പെട്ടത് അത് 4 മാസം നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ശഅബാൻ മാസം യഥാർത്ഥത്തിൽ സൽക്കർമ്മങ്ങൾക്കുള്ള സീസണാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നോമ്പ് പിടിക്കാറുണ്ടായിരുന്നു. പ്രത്യേക 15 ദിവസത്തിൽ മാത്രമുള്ളതായ ബറാഅത്ത് എന്ന പേരും വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നോക്കാറുള്ളതായ നോമ്പല്ല. അത് സഹിയായ ഹദീസിൽ സ്ഥിരീകരിക്കപ്പെട്ടതല്ല. അതേ സമയത്ത് ശഅബാൻ മാസത്തിൽ 1-ാം തീയതി മുതൽക്ക് തന്നെ ആയിഷ റളിയല്ലാഹു തആല പറയും പോലെയും മറ്റു ഉസാമ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യും പോലെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു. ഉസാമ റളിയല്ലാഹു തആല ചോദിക്കുന്നു, അല്ലയോ റസൂലേ, നിങ്ങൾ എന്തിനാണ് ഈ മാസത്തിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ നോമ്പ് പിടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകിയത് ദാലിക ശഹ്റുൻ യഗ്ഫലുൻ നാസു അൻഹു ബൈന റജബ വ റമളാൻ. റമളാനിന്റെയും റജബിന്റെയും ഇടയിലുള്ളതായ ജനങ്ങൾ അശ്രദ്ധരായി മാറിയതായ ഒരു മാസമാണത്. ജനങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടില്ല എന്നത് കാരണത്താൽ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അമാൽ ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാഹുവിലേക്ക് സൽക്കർമ്മങ്ങളെ ഉയർത്തപ്പെടുന്നതായ മാസമാണ് ആ മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലുള്ളതായ സൽക്കർമ്മങ്ങൾ എന്ന അർത്ഥത്തിലേക്കായിരിക്കാം. അല്ലാഹു ആലം. ഏതായാലും ഈ ശഅബാനിനെ കുറിച്ച് നോമ്പ് വർദ്ധിപ്പിക്കണമെന്ന് നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം തീയതി മുതലേ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നതായ ഹദീസുകളൊക്കെ സഹീഹിലുള്ളതാണ്. ബുഖാരിയിലും മുസ്ലിമിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളതാണ്. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഈ ഭാഗം അത് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയായിട്ട് വന്നതായ മറ്റു സഹിയായ ഹദീസുകളിൽ പെട്ടതാണ്. എന്നാൽ 15-ാം ദിവസത്തിൽ മാത്രം ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ടുള്ളതായ ഹദീസുകളൊക്കെ അത് ലഈഫാണ് എന്ന് നാം കൊല്ലം പ്രതി പറയാറുണ്ട്. കഴിഞ്ഞു പോയതായ റജബ് മാസത്തിൽ 27-ാം ദിവസത്തിലുള്ള നോമ്പ് അത് കള്ള ഹദീസാണ് എന്നും ശഅബാൻ മാസത്തിൽ ഉള്ളതായ 15-ാം തീയതി മാത്രമുള്ളതായ നോമ്പ്, ആ നോമ്പിനെ കുറിച്ച് പറയുന്ന ഹദീസ് അത് സഹീഹ് അല്ലാത്ത ഹദീസുമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത ഹദീസാണെന്ന് പറയാറുണ്ട്. പക്ഷേ സൽക്കർമ്മത്തിന്റെ പ്രത്യേകത പറയുന്നതായ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായ സഹീഹ് ഹദീസിൽ അത് ശഅബാൻ മാസം 15-ഉം പെട്ടു, 14-ഉം പെട്ടു, 13-ഉം പെട്ടു. കാരണം എല്ലാ മാസത്തിലും 13, 14, 15 അയ്യാമുൽ ബിർ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിവസത്തിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ, നമുക്കറിയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറഞ്ഞതായ നോമ്പുകളിൽ പെട്ടതാണ്. എല്ലാ മാസത്തിലും ഒന്നിരിക്കലോ ആദ്യം 3 അല്ലെങ്കിൽ മധ്യത്തിൽ 3 അല്ലെങ്കിൽ അവസാനം 3 അങ്ങനെയുള്ള നോമ്പ് സ്ഥിരമായി നടപ്പാക്കി കഴിഞ്ഞാൽ അത് ശക്കിന്റെ ദിവസത്തിൽ വരെ അങ്ങനെയുള്ളവർക്ക് നോമ്പ് പിടിക്കാമെന്നാണ്. അഥവാ ശക്കിന്റെ ദിവസം നാളെ നോമ്പാകുമോ എന്ന് സംശയമുള്ളതായ ദിവസം 28, 29 എന്നീ ദിവസങ്ങളിൽ സാധാരണ എല്ലാ മാസത്തിന്റെയും അവസാനത്തിലോ അല്ലെങ്കിൽ മധ്യത്തിലോ അല്ലെങ്കിൽ ആദ്യത്തിലോ നോമ്പ് പിടിച്ച് പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോക്കുന്നത് കൊണ്ട് വിരോധമില്ല. അപ്രകാരം തന്നെ ശഅബാൻ മാസത്തിലെ 1-ാം തീയതി മുതൽക്കേ നോമ്പ് പിടിക്കാൻ തുടങ്ങിയതായ വിഭാഗത്തിന് ശഅബാൻ മാസം 15-ാം തീയതി നോമ്പ് പിടിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അപ്രകാരം തന്നെ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് പിടിച്ചുകൊണ്ടേ ഇരിക്കാറുള്ള, തുടർച്ചയായിട്ട് എപ്പോഴും നോമ്പ് പിടിച്ചുകൊണ്ട് ഇരിക്കാറുള്ളതായ വിഭാഗത്തിന് 15-ാം ദിവസം വ്യാഴം വരികയാണെങ്കിൽ 15-ാം ദിവസം തിങ്കൾ വരികയാണെങ്കിൽ നോമ്പ് പിടിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതൊന്നും തെറ്റായ
ഭാഗമല്ല. റസൂല് പറഞ്ഞു 15 ദിവസം പ്രത്യേകം നോമ്പ് പിടിക്കാൻ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നോമ്പാണ്. സഹിയായ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടില്ല എന്ന് ഞാൻ ഉണർത്തിയതായ ഭാഗം. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നതായ ധാരാളം വിശാലമായ പല പല അനുഗ്രഹങ്ങളോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു ഭാഗം മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി ലോകത്തിന് മുമ്പിലേക്ക് ധാരാളം അഹദാസുകൾ നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തിൽ നിന്നിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽപ്പെട്ടതാണ് നാം കണ്ടതായ ഭൂകമ്പം തുർക്കിയയിൽ മാത്രമല്ല, അതുപോലെ തന്നെ സിറിയയിൽ മാത്രമല്ല, ഭൂകമ്പം പലയിടങ്ങളിൽ ഇപ്പോൾ ദിവസങ്ങളിൽ നാം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഭൂകമ്പം അവസാന കാലഘട്ടങ്ങളിൽ വർദ്ധിക്കുമെന്നത് ഖിയാമത്ത് നാളിന്റെ അലാമത്തിൽപ്പെട്ടതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞതായ കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. അത് നാം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ അലാമത്തായിട്ട് ഭൂമി കുലുക്കം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കതിൽ കൂടി വാണിംഗ് ആണ് നൽകുന്നത്. നമുക്ക് ഭൂകമ്പത്തിൽ പെട്ടുപോയതായ വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവർക്കും അതിൽ പാഠമുണ്ട് എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അതിനിടയിൽ ലോകത്ത് നടക്കുന്നതായ അഹദാസുകളുടെ കൂട്ടത്തിൽ യൂറോപ്യകളിൽ നിന്നിട്ട് ചിലര് അള്ളാഹുവിന്റെ ഖുർആനിനെതിരിൽ പൊട്ടിപ്പുറപ്പെടുകയും ഖുർആനിനെ അവഗണിക്കുകയും ഖുർആനെ തരം താഴ്ത്തുകയും ഖുർആനെ വിശുദ്ധ ഫുർഖാൻ അദീമിനെ നിസ്സാരപ്പെടുത്തുകയും ചെയ്തതായ വിഭാഗത്തിലേക്ക് സൂചന നൽകിയും കൊണ്ട് സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ലോകത്തിൽ പല സംഭവ വികാസങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു, ഖുർആനിലുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഖുർആൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യമാകുന്നതായ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി, ലോകത്തിലുള്ള സർവ്വ ദീനിനേക്കാളും മികച്ചു നിൽക്കുന്ന ദീനായി മാറണമെന്ന അള്ളാഹുവിന്റെ ആ ലക്ഷ്യം ഇവിടെ നിറവേറ്റിക്കൊണ്ടേയിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഖുർആനിന് അള്ളാഹു നൽകിയതായ, ഖുർആനിലൂടെ നൽകിയതായ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകപ്പെട്ടതായ മുഇസ്സത്തിന്റെ ഒരു ഭാഗവും കൂടിയാണ്. ഏതായാലും സിൽസാലിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠം പഠിക്കുന്നതോടൊപ്പം നമ്മളോട് മക്ക ഇമാം ഉണർത്തിയതായ ഭാഗമാണ്. നാം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവരിന്നിട്ട് മരിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി മരിച്ചവർക്ക് ഷഹാദത്തിന്റെ കൂലി നൽകട്ടെ എന്നും, അതുപോലെ തന്നെ പ്രയാസപ്പെട്ടവരുടെ പ്രയാസം ദൂരപ്പെടുത്തട്ടെ എന്നും, അവരുടെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുക്കട്ടെ. അവരിപ്പോൾ മക്കളില്ലാത്തവരുണ്ടായി, ഉമ്മയില്ലാത്തവരുണ്ടായി, വാപ്പയില്ലാത്തവരുണ്ടായി, ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങുമിങ്ങും ഇല്ലാത്തവരുണ്ടായി. അങ്ങനെയുള്ളതായ പല പ്രശ്നങ്ങൾ ഉടലെടുത്തവരുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 50,000-ഓളം പേര് മരണപ്പെടുകയുമുണ്ടായി. ഇതെല്ലാം മുസ്ലിം രാഷ്ട്രങ്ങളിലാണ് സംഭവിച്ചത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയുള്ള സംഭവം നടന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും സഹായം എത്തുകയും, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിന്നിട്ട് ഇവിടെ മില്യണുകൾ റിയാലുകൾ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടിയിട്ട് ധാരാളം സഹായങ്ങൾ പോവുകയും ചെയ്തതൊക്കെ നമുക്ക് അറിയാവുന്നതായ യാഥാർത്ഥ്യമാണ്. അവർക്ക് വേണ്ടിയെല്ലാം നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നൊക്കെ മക്ക ഇമാം പ്രസംഗത്തിന്റെ ഖുതുബയുടെ സമാപനത്തിൽ ഉണർത്തുകയുണ്ടായി. അതോടൊപ്പം മക്ക ഇമാമും മദീന ഇമാമും ഉണർത്തിയതായ പ്രത്യേക ഭാഗമാണ് സൗദി അറേബ്യയുടെ തുടക്കം, അഥവാ ഈ ഭരണകൂടത്തിന്റെ തുടക്കം കുറിച്ചത്. അത് യഥാർത്ഥത്തിൽ 300 കൊല്ലം മുമ്പായിരുന്നു. ഇമാം മുഹമ്മദ് ബിൻ സഊദ് എന്ന ഇമാമിലൂടെയായിരുന്നു. അവരോട് സഹകരിച്ചുകൊണ്ട് ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിമ അവർ രണ്ടുപേരിലൂടെയായിരുന്നു. പക്ഷേ ഈ സൗദി അറേബ്യ ഭരണം 300 കൊല്ലം നടത്താൻ വേണ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ തുർക്കികളെ പോലത്തതായ പല വിഭാഗങ്ങളും ഇവിടെ ഭരിച്ചിരുന്നു. ആ ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഖുറാഫാത്തുകളും ബിദ്അത്തുകളും വ്യാപകമായിരുന്ന കാലഘട്ടങ്ങളൊക്കെ വിട്ടുകടന്നിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തൗഹീദിലൂടെ സ്ഥാപിക്കപ്പെട്ടതായ ഒരു ഭരണകൂടമാണ് ഈ 300 കൊല്ലം മുമ്പ് ഇവിടെ ആരംഭിച്ചത്. അത് ഇന്ന് വരേക്കും അതിന്റെ വിജയ പതാക പറന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതിനുവേണ്ടി മനക്കെട്ടവരും മനക്കെടുന്നവരും അതിനുവേണ്ടി പ്രയാസപ്പെടുന്നവരുമായ പണ്ഡിതന്മാരാവട്ടെ, പ്രബോധകന്മാരാവട്ടെ, നേതാക്കളാവട്ടെ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അങ്ങനെയുള്ളതായ ആ ഭരണകൂടം സ്ഥാപിച്ചു കൊണ്ടുവരുന്നതായ തൗഹീദ് അത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും സ്ഥിരീകരിക്കപ്പെട്ടത് മാത്രമാണ്. അവരുടെ പോക്കറ്റിൽ നിന്നിട്ടൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ ഏത് രൂപത്തിലാണ് സഹാബാക്കൾക്ക് തൗഹീദ് പഠിപ്പിച്ചത്, വിശ്വാസപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചത്, ആദർശപരമായ കാര്യങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുത്തത്, അവർക്ക് അതിന് വേണ്ടി ട്രെയിനിങ് നൽകിയത്, ആ തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി 70ഓളം പോരാട്ടങ്ങൾ ഏകദേശം ഞാൻ പറയാറുള്ളത് പോലെ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം 28ഓളം പോരാട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഹക്കായി പുലരണം, തൗഹീദ് സ്ഥാപിക്കപ്പെടണം, തൗഹീദിന്റെ വിജയ പതാക പറപ്പിക്കപ്പെടണം, അള്ളാഹു ഏകനാണ് എന്നതായ യാഥാർത്ഥ്യം ലോകം മനസ്സിലാക്കണം. അത് ലോകത്തിൽ ആ സത്യം വ്യാപകമാകണം. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ചയാക്കേണ്ടത്, അറക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമാണ് ജീവിക്കേണ്ടത്, മരിക്കേണ്ടത് എന്നതായ വജ്ഹത്തിന്റെ തത്വമായിരുന്നു ഈ ഭരണകൂടം സ്ഥാപിക്കാൻ വേണ്ടി 300 കൊല്ലം മുമ്പ് ആരംഭിച്ചത്. അല്ലെങ്കിൽ അതിനു മുമ്പ് റസൂലുള്ളാഹി
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചതായ ആ സലഫ് സാലിഹ്യങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ അതേ രൂപത്തിൽ ഒരു നിലയ്ക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലയ്ക്ക് ഈ ഭരണകൂടത്തെ ഈ നാട്ടിനെ മടക്കാൻ വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു 300 കൊല്ലം മുമ്പ് 2 ഇമാമിങ്ങളിലൂടെ സംഭവിച്ചത് എന്നൊക്കെ മക്ക ഇമാം ഖുത്ബയുടെ അവസാനത്തിലും മദീന ഇമാം ഖുത്ബയുടെ അവസാനത്തിലും ഇന്ന് ഉണർത്തുകയുണ്ടായി. അതും ഇവിടെ ശ്രദ്ധേയമാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി കൂടിയാണ്. ഈ മതത്തെ, ഈ തത്വത്തെ, ഈ ഖുർആനിനെ, ഈ ആദർശത്തെ ഖിയാമത്ത് നാൾ വരെ സ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച തീരുമാനമായതുകൊണ്ട് തന്നെ അതിന് പരിശ്രമം നടത്തുന്നവർക്ക് അതിന് അല്ലാഹു തൗഫീഖ് നൽകും എന്നതിലേക്കുള്ള ഒരു തെളിവ് കൂടിയാണ് എന്നതുകൂടി ഇത്തരണത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ ഈ വിശാലമായ അനുഗ്രഹത്തിന് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത് അതിനെ നിലനിർത്താൻ വേണ്ടിയും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയും ആ നിഅമത്ത് സ്ഥിരമായി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവാൻ വേണ്ടിയും നാം പാടുപെടേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതും അതിനുവേണ്ടി പ്രബോധനം ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മുടെ പണ്ഡിതന്മാരുടെയും പ്രബോധകന്മാരുടെയും മറ്റു വാർത്താവിനിമയ കേന്ദ്രങ്ങളുടെയും ബാധ്യതയിൽപ്പെട്ടതാണ് എന്നതുകൂടി ഉണർത്തപ്പെട്ടു. ഏതായാലും മദീന ഇമാമിന്റെ പ്രസംഗം ഇന്ന്, സംസാരം ഇന്ന്, ഖുതുബ ഇന്ന് ഖളുമുൽ ഗൈൽ എന്ന വിഷയത്തിലാണ്. ഖളുമുൽ ഗൈൽ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തെ അടക്കുക എന്നതായ, കോപത്തെ അടക്കുക എന്നതായ ഒരു നല്ല മഹാസിനശ്യം എന്ന പേരിലാണ് അദ്ദേഹം തുടങ്ങി വെച്ചത്. അഥവാ അഖ്ലാഖിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് ദേഷ്യത്തെ അടക്കി വെക്കുക അഥവാ ദേഷ്യപ്പെടാതിരിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായ രീതി. അല്ലാഹു പറയുന്നു ഖുർആനിൽ, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ നാഥനായ റബ്ബുൽ ഇസ്സത്തിന്റെ പാപമോചനത്തിലേക്കും അവന്റെ സ്വർഗ്ഗലോകത്തിലേക്കും നിങ്ങൾ ഓടി വരൂ എന്ന് അല്ലാഹു നാം എല്ലാവരെയും മാടി വിളിക്കുകയാണ്. എങ്ങനെയുള്ള സ്വർഗമാണ്? ആകാശഭൂമിയുടെ അത്ര വിശാലതയുള്ളതായ സ്വർഗമാണ്. അതിന്റെ വീതി തന്നെ ആകാശഭൂമിയുടെ അത്രയാണ്. എന്നിട്ട് അല്ലാഹു തുടരുന്നു, ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ആർക്കാണ് ഈ സ്വർഗം? ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്ത് വെക്കപ്പെട്ടതാണ്. മുത്തഖീങ്ങൾ ആരാണ്? അവരുടെ കൂട്ടത്തിൽ വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിൻ നാസ്. അതാണ് നമ്മുടെ വിഷയം. അവര് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ദേഷ്യത്തെ അവർ പെട്ടെന്ന് അവർ അടക്കും, കോപത്തെ പെട്ടെന്ന് അവർ അടക്കും. അതിനടക്കാൻ അവർക്ക് സാധിക്കും. കളവ് ചെയ്യും, അവര് അതിനെ അടക്കി നിർത്തും. അത് നല്ല സ്വഭാവത്തിൽപ്പെട്ടതാണെന്ന് മാത്രമല്ല, സ്വർഗലോകത്തിലേക്ക് അല്ലാഹു ക്ഷണിച്ച സന്ദർഭത്തിൽ നിങ്ങൾ ആ ഇനത്തിൽ പെടണം. എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്? അവര് കാദിമീനൽ ഗൈളിൽപ്പെട്ടതായ മുത്തഖീങ്ങളാണ്. ഗൈളിനെ, കോപത്തെ, ദേഷ്യത്തെ അടക്കി വെക്കുന്ന വിഭാഗം എന്നതായ പ്രത്യേകത അവർക്ക് അല്ലാഹു പറയുകയുണ്ടായി. മദീന ഇമാം ഓതിയതായ ആയത്തിൽപ്പെട്ടതാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാദിമീനൽ ഗൈള വൽആഫീന അനിൻ നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ. എങ്ങനെയുള്ള വിഭാഗമാണ്? അവര് ചെലവഴിക്കുന്നതാണ് സറാഇലും ലറാഇലും. അവർക്ക് പ്രയാസമുള്ള സന്ദർഭത്തിലും പ്രയാസമില്ലാത്ത സന്ദർഭത്തിലും എല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ അവർ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്രകാരം തന്നെ അവർ ദേഷ്യത്തെ, കോപത്തെ അടക്കുന്നവരാണ്. വൽ ആഫീന അനിൻ നാസ്. ജനങ്ങൾക്ക് മാഫി ചെയ്യുന്നവരാണ്. എന്ത് തെറ്റും എന്ത് പാപ വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യത്തെ അടക്കി വെച്ചുകൊണ്ട് അവർക്ക് മാഫി ചെയ്തു കൊടുക്കുന്നതാണ്. അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ലദീന തഖൗ. ആരാണ് സത്യവിശ്വാസികൾ? ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി. അവർക്ക് പൈശാചിക ശല്യം തട്ടുന്ന സന്ദർഭത്തിൽ തദക്കറു, അവർ പെട്ടെന്ന് അവർക്ക് ഷോക്കടിക്കും, അവർ അല്ലാഹുവിനെ സ്മരിക്കും, അല്ലാഹുവിലേക്ക് മടങ്ങും. ഫൈദാഹും മുബസിറൂൻ. അവര് നല്ല ശ്രദ്ധയുള്ളവരായി മാറുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസികളുടെ സ്വഭാവമാണ് ദേഷ്യവും കോപവും വരുന്ന സന്ദർഭത്തിൽ അതിനെ അടക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അതിൽ കൂടി വരുന്നതായ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സായിഫും മിനശ് ശൈത്താനി എന്ന പദമാണ് ഉപയോഗിച്ചത്. സൈഫ് എന്ന് പറഞ്ഞാൽ അത് ദേഷ്യം എന്നാണ് മുഫസ്സിറുകൾ അർത്ഥം വെച്ചിട്ടുള്ളത്. അഥവാ നമ്മുടെ ഹൃദയത്തിൽ വരുന്നതായ വസ്വാസാണത്. അപ്പോൾ അതിനെയാണ് തൈഫി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേര് വെച്ചത്, തായിഫ് എന്ന്. ലിഅന്നഹു ലമ്മത്തും മിൻ ലമ്മത്തി ശൈത്താൻ. അഥവാ പിശാചിന്റെ ലമ്മത്താണ്. പിശാചിന്റെ ഒരു അവകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ് നാം ദേഷ്യപ്പെടുന്നതായ സന്ദർഭത്തിൽ. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ നാം എന്ത് വേണം? അഫു ചെയ്യാൻ വേണ്ടി, മാഫി ചെയ്യാൻ വേണ്ടി. ആ ഖുലുഖ്, നല്ല സ്വഭാവത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ഒരു സ്വഭാവമാണ് ഒരാൾ മാഫി ചെയ്യുന്ന ആളായി മാറുക എന്നത്. അത് നാം ഉൾക്കൊള്ളണം. അത് വളരെ പ്രത്യേകതയുള്ളതായ ഒരു സ്വഭാവമാണ് എന്ന് മദീന ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അതെ, ബുദ്ധിജീവികളാണ് എന്ത് ചെയ്യുക
യഥാർത്ഥത്തിൽ ദേഷ്യത്തെ അടക്കുക. ദേഷ്യത്തെയും കോപത്തെയും അടക്കൽ അത് ബുദ്ധിജീവികളുടെ സ്വഭാവമാണ്. അതിനെ അടക്കാതിരിക്കൽ വിഡ്ഢികളുടെ സ്വഭാവമാണെന്നാണ്. അപ്പോൾ അഹ്മഖ് എന്നാണ് മദീന ഇമാം വിശേഷിപ്പിച്ചത്. അഹ്മഖിന്റെ സ്വഭാവമാണ് എന്ത്? ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനെ അടക്കാൻ സാധിക്കാതിരിക്കുക. അതിലൂടെ ചിലപ്പോൾ അഹ്മഖായതുകൊണ്ട് തന്നെ ആ വിഡ്ഢിത്വം പ്രകടമാകുന്നത് കൊണ്ട് തന്നെ അത് അടിയിലേക്കും ചീത്തയിലേക്കും ശകാരത്തിലേക്കും ചിലപ്പോൾ കൊലയിലേക്കും ചിലപ്പോൾ അതുപോലെയുള്ളതായ മഹാവിപത്തുകളിലേക്കും അത് ചെന്നു ചേരുന്നു. അങ്ങനെയുള്ളതായ അപകടത്തിലേക്ക് ചെന്നു ചേരൽ എന്തുകൊണ്ടാണ്? മദീന ഇമാമ് എണ്ണിയതായി കാണാം. സഫ്ഖുദ്ദിമാ, അത്വലാഖ്, മുജാഫാത്തുൽ അസ്തിഖാ, ഇതൊക്കെ അപകടത്തിൽപ്പെട്ടതാണ്. അഥവാ ചോര ഒത്തിച്ചീന്തുക. അപ്രകാരം തന്നെ തലാഖ് ഉടലെടുക്കുക. കല്യാണം കഴിച്ചവരാണെങ്കിൽ ഭാര്യമാരുമായിട്ടാണ് ദേഷ്യപ്പെടുന്നതെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കും? ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് അത് തലാഖായി മാറും. അപ്രകാരം തന്നെ മുജാഫാത്തുൽ അസ്തിഖാ, നല്ല സഹോദര ബന്ധത്തോടുകൂടി ജീവിക്കുന്നതായ ചങ്ങാതിമാരാണെങ്കിൽ ആ ചങ്ങാതിമാരോട് വിട വാങ്ങേണ്ടി വരുന്നു, അവരോട് ദേഷ്യപ്പെടേണ്ടി വരുന്നു. അപ്രകാരം തന്നെ നമ്മുടെ ചാർച്ച ബന്ധം ചേർക്കേണ്ടവരായ നമ്മുടെ കുടുംബ മെമ്പർമാരാണെങ്കിൽ അവരോട് വെറുക്കേണ്ടി വരുന്നു. അങ്ങനെ ഖത്അസ്സിലത്ത് വരുന്നു, അഥവാ ചാർച്ച ബന്ധം മുറിയുകയും വരുന്നു. ഇതൊക്കെ എന്തുകൊണ്ട് വരികയാണ്? സബബുൽ ജഫ, ഈ ഇങ്ങനെയുള്ളതായ ദേഷ്യം കോപം കാരണത്താൽ വരുന്നതായ അപകടങ്ങളിൽപ്പെട്ടതാണ്. ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, റസൂലേ ഔസുനി, എനിക്കൊന്ന് ഉപദേശിച്ചു തരൂ, എന്നോട് നിങ്ങൾ ഉപദേശിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത് എന്ന്. പിന്നെയും ചോദിച്ചു, പിന്നെയും പറഞ്ഞു, ലാ തഗ്ളബ്. അങ്ങനെ പല തവണ പറഞ്ഞുകൊണ്ട് ഇരുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്. ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അദ്ദേഹത്തെ കുറിച്ച് അറിയാമായിരിക്കും, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച്. അപ്പോൾ അങ്ങനെയാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആലജത്ത് നടത്താറുള്ളത്. ജനങ്ങളുടെ ചുറ്റുപാടും അന്തരീക്ഷവും മനസ്സിലാക്കി പഠിച്ച് സഹാബാക്കളെ കുറിച്ച് അറിഞ്ഞ് അവർക്ക് വേണ്ടതായ ചികിത്സകൾ നൽകലാണ്. അപ്പോൾ ആ സഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, എനിക്ക് ഉപദേശം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ദേഷ്യപ്പെടരുത് എന്നാണ് റസൂൽ മടക്കി പറഞ്ഞുകൊണ്ടേയിരുന്നത്. കാരണം ദേഷ്യത്തിനോട് വിടവാങ്ങാൻ സാധിച്ചാൽ ധാരാളം അള്ളാഹുവിന്റെ നന്മകളുടെ വാതിലുകൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് തുറന്നു കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഇമാം ഇബ്നു മുബാറക്കിനോട്, മഹാനായ ഇമാം അബ്ദുല്ലാഹി മുബാറക്കിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ ഒരു ഉപദേശം അഖ്ലാഖിനെ കുറിച്ച് ഒറ്റൊരു വാക്കിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ഇബ്നു മുബാറക്ക് പറഞ്ഞത് ലാ തഗ്ളബ്, നിങ്ങൾ ദേഷ്യപ്പെടരുത് എന്നതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചതായ ഹദീസിൽ നിന്നിട്ട് പഠിച്ച പാഠമായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നതായിട്ട് കാണാം, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബു ഹും യഗ്ഫിറൂൻ. ആരാണ് സത്യവിശ്വാസികൾ? യജ്തനിബൂന കബായിറൽ ഇസ്മി, വൻദോഷങ്ങളെ വിട്ടു നിൽക്കുന്നവരാണ്. വൻദോഷങ്ങളായി അല്ലാഹു ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും വിശദീകരിച്ചതായ വൻദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നിട്ട് വിട്ടു നിൽക്കുന്നവരാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട ദാസന്മാരായി, അല്ലാഹുവിന്റെ മുത്തഖീങ്ങളായി, അല്ലാഹുവിന്റെ റബ്ബാനികളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എണ്ണിയതായ വിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. വൽ ഫവാഹിഷ്, അതുപോലെ തന്നെ ഫാഹിഷത്തുകളെയും വ്യഭിചാരം പോലോത്ത അനാചാരം പോലോത്തതായ അല്ലാഹു ഇഷ്ടപ്പെടാത്തതായ കാര്യങ്ങളൊക്കെ വിട്ടു നിൽക്കുന്നവരാണ്. വഇദാ മാ ഗളിബു, അതോടൊപ്പം അല്ലാഹു എണ്ണുകയാണ്, ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അവർക്ക് കോപം വന്നു കഴിഞ്ഞാൽ ഹും യഗ്ഫിറൂൻ, അവർ മാഫ് ചെയ്യുന്നവരാണ്, അവർ വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ഹദീസ് ഇവിടെ സ്മരണീയമാണ്. ലൈസ ശദീദു ബിസ്സുർഅ, അത് സഹീഹ ഹദീസിൽ കൂടി വന്നതാണ്. ഷദീദ് അഥവാ ഒരു മനുഷ്യൻ നല്ല ശക്തിയുള്ള ആളായി മാറുക എന്നത് അദ്ദേഹം പരിസരത്തിലുള്ളതായ അദ്ദേഹത്തിന്റെ മറുവശത്തെ അദ്ദേഹം നിലംപതിപ്പിക്കൽ കൊണ്ടല്ല, പിന്നെയോ അദ്ദേഹം ഷദീദായി മാറുക എന്നത് അത് ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ കോപത്തെ അടക്കി വെക്കാൻ സാധിക്കുക. അതാണ് യഥാർത്ഥത്തിൽ എന്ത് ശിദ്ദത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് ഷദീദായ മനുഷ്യൻ, അതാണ് കഴിവ് കൽപ്പുള്ള മനുഷ്യൻ, അതാണ് ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് സ്വഭാവത്തിൽ എത്തിയതായ മനുഷ്യൻ കാട്ടുക. അപ്പോഴാണ് ലദ്ദത്തുൽ അഫു അഥവാ മാഫ് ചെയ്യൽ കൊണ്ടുള്ളതായ ആസ്വാദനം നേടിയെടുക്കാൻ സാധിക്കുക. മാഫ് ചെയ്യുക എന്നതിന്റെ ഒരു ആസ്വാദനമുണ്ട്. അത് ചിലപ്പോൾ ശേഷികെട്ടവർക്ക് അത് സാധിച്ചോളണമെന്നില്ല. പക്ഷേ കഴിവുള്ളതോടുകൂടി പകരം ചോദിക്കാതെ അതിന് മാഫ് ചെയ്തു കൊടുക്കുക, അതാണ് യഥാർത്ഥത്തിൽ അഫു കൊണ്ട് ലദ്ദത്ത് നേടിയെടുക്കാൻ സാധിക്കുക, മാഫ് ചെയ്യലിലൂടെ ആസ്വദിക്കാൻ സാധിക്കുക എന്നർത്ഥത്തിലേക്ക്. അതുകൊണ്ട് മദീന പറയുകയാണ്, തശഫി എന്നല്ല യഥാർത്ഥത്തിൽ അത് മനുഷ്യന്മാർക്ക് അതിലൂടെ തൽക്കാലം സമാധാനം വന്ന്. തശഫി എന്ന് പറഞ്ഞാല് പരിസരത്തിലുള്ളതായ നമ്മുടെ ശത്രുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേഷ്യം കാരണത്താൽ അവരെ ശകാരിക്കുകയും അവരെ ചീത്ത പറയുകയും കഴിയുമെങ്കിൽ കൈകൊണ്ട് അവരെ തടയുകയും അവരെ അടിക്കുകയും
ചെയ്യുകയും ചിലപ്പോൾ അതിനപ്പുറമുള്ളത് ചെയ്യുകയും എന്നിട്ട് ദാഹം തീർക്കുക. അതാണ് തശഫി. അങ്ങനെയുള്ള ദാഹം തീർക്കുക എന്നതല്ല യഥാർത്ഥത്തിൽ ബുദ്ധിജീവി ചെയ്യേണ്ടത്. അത് ബുദ്ധിജീവിയുടെ സ്വഭാവമല്ല, മറിച്ച് അത് ഖേദത്തിലേക്കും ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും നമ്മെ ചെന്ന് ചേർക്കുന്നതായ ഒരു സ്വഭാവമാണ്. അതല്ല വേണ്ടത്, മറിച്ച് മാഫി ചെയ്യലാണ് വേണ്ടത്. അതാണ് സത്യവിശ്വാസിയുടെ സ്വഭാവം. അതുപോലെ തന്നെ നാം ഇങ്ങനെയുള്ള അപകടങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് നാം തമാശ പറയുന്ന സന്ദർഭത്തിൽ, രസം പറയുന്ന സന്ദർഭത്തിൽ കൺട്രോൾ ചെയ്യേണ്ടതാണ് നമ്മുടെ നാവിനെ. ആവശ്യമില്ലാത്ത അതിർവിട്ട് കിടക്കുന്ന രൂപത്തിലുള്ളതായ രസം പറഞ്ഞു പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് അബൂ ഉമാമത്ത് അൽ ബാഹിലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അന സഈമും ബിബൈത്തിൻ ഫീ റമദിൽ ജന്നത്തി ലിമൻ തറക്കൽ മിറാഅ വലൗ കാന മുഹിഖ. ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കുന്നു, അഥവാ വാഗ്ദാനം ചെയ്യുന്നു, ഒരു വീട് നിങ്ങൾക്ക് സ്വർഗത്തിന്റെ സൈഡിൽ ലഭിക്കുമെന്ന്. അതാർക്കാണ്? നിങ്ങൾ തർക്കത്തെ ഒഴിവാക്കുകയാണെങ്കിൽ. വലൗ കാന മുഹിഖ, പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ പേരിൽ തർക്കിക്കരുത്. ഇതിന്റെ അർത്ഥം സത്യം പറയാൻ വേണ്ടി ഉള്ളതായ മുജാദലയല്ല, അത് ഈ ഖുർആൻ അനുവദിച്ചതാണ്. ഉജാദിൽഹും ബില്ലത്തി ഹി അഹ്സൻ. നല്ല രൂപത്തിൽ നാം നമ്മുടെ മറുവശത്തോട് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ അവരോട് സംസാരിക്കുന്ന സന്ദർഭത്തിൽ അവരോട് അവിടെ തർക്കിക്കേണ്ട കാര്യങ്ങൾ തർക്കിക്കൽ, അതിനെ ജിദാൽ എന്നാണ് പറയുക. അത് ഇസ്ലാം അനുവദിച്ച ശൈലിയുണ്ട്. അത് നല്ല രൂപത്തിലായിരിക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. അതല്ല ഈ പറയുന്നത് ചർച്ച ചെയ്തിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്ത രൂപത്തിലുള്ളതായ കാര്യങ്ങൾ ചർച്ച ചെയ്യുക, എന്നിട്ട് അതിന് കുറെ ടൈം വേസ്റ്റ് ചെയ്യുക, അതിന് കുറെ വാക്ക് കസത്തുകൾ നടത്തുക, അതിലൂടെ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുക. ചിലപ്പോൾ ചെറിയ ചില്ലറ കാര്യമായിരിക്കും. നീ എങ്ങനെയോ ഇത്ര പെട്ടെന്ന് എത്തിയത് ഉദാഹരണത്തിന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ കാറിൽ വന്നതാണ്. അല്ല, ഞാൻ സൈക്കിളിൽ വന്നതാണ്. അല്ല, നീ സൈക്കിളിൽ വന്നതല്ല, സൈക്കിളിൽ വന്നാൽ ഇത്ര പെട്ടെന്ന് എത്താൻ പറ്റൂല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി അരമണിക്കൂർ സമയം വേസ്റ്റ് ആക്കുക, അതിനുവേണ്ടി തർക്കിക്കുക. അത് ചെറിയൊരു ചില്ലറ വിഷയമാണ്. അതാണ് റസൂൽ പറഞ്ഞത്. നീ പറയുന്ന കാര്യം ശരിയാണെങ്കിലും അവിടെ തർക്കത്തിലൂടെ ആ ചുറ്റുപാട് വടക്കാകും, അന്തരീക്ഷം വടക്കാകുമെന്ന് കണ്ടാൽ ഇത് വിട്ടുകളയണം, ആ ചർച്ച വേണ്ടാന്ന് വെക്കണം. എന്നല്ലാതെ ഇസ്ലാം അനുവദിച്ച കൽപ്പിച്ചതായ ജിദാലല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിഷയം അതാണ്. മറ്റൊരു വ്യക്തിക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രമ്യഹർമ്മ്യം നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവാഗ്ദാനം ചെയ്യുന്നു. എപ്പോൾ? കളവൊഴിവാക്കിയവന്. അത് രസം പറയുമ്പോഴായിരുന്നാലും ശരി. അപ്പോൾ കളിയാലും കളവ് പറയരുത് എന്ന് നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ. എന്ന മാതിരിയിൽ നാം രസം പറയുമ്പോൾ പോലും കളവ് പറയാൻ പാടുള്ളതല്ല എന്ന് ഇതിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിന്റെ മീതെ തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു പ്രത്യേക പേലസ് നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നു. ആർക്കാണ്? ലിമൻ ഹസുന ഖുലുഖു, സ്വഭാവം നന്നായവന്. ഈ ഹദീസിൽ മദീന ഇമാം ചർച്ച ചെയ്തതായ വിഷയമുള്ളത് കൊണ്ട് ആ ഹദീസിനെ മദീന ഇമാം കൊണ്ടുവന്നതായിരിക്കും. അത് നമുക്കും ധാരാളം പാഠം അതിൽ പഠിക്കാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നാം മുജാദല, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക. ആവശ്യമുള്ള രൂപത്തിൽ ഖുർആൻ പറയുകയാണ്, അവരോട് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നല്ല രൂപത്തിലായിരിക്കണം. നല്ല രൂപത്തിലുള്ളതായ ചർച്ചകൾ അത് ഇസ്ലാം അനുവദിച്ചതായ ഭാഗമാണ്. അതെ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസി അവൻ മിണ്ടാതിരിക്കട്ടെ. വല്ല പ്രശ്നം വരുന്ന സന്ദർഭത്തിൽ സുക്കൂത്താണ് അവന് നന്മ എന്ന് കണ്ടാൽ അവിടെ മിണ്ടാതിരിക്കുകയാണ് ഉത്തമമായ രീതി. എന്നല്ലാതെ മിണ്ടുന്ന സന്ദർഭത്തിൽ അത് കോപത്തിലേക്കായി മാറുകയും കോപം പിന്നെ ശാപത്തിലേക്കും പ്രയാസത്തിലേക്കും അടിയിലേക്കും ഇടിയിലേക്കും കൊലയിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ളതായ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ അടക്കി വെക്കാൻ സാധിക്കുക. അതാണ് ബുദ്ധിജീവി ചെയ്യേണ്ടത്. ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹളറത്തിൽ വെച്ചിട്ട് രണ്ടുപേര് ചീത്ത പറഞ്ഞതായ സംഭവത്തെക്കുറിച്ച് സൽമാൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ റസൂലുള്ളാഹിന്റെ പരിസരത്തിൽ ഇരിക്കുകയായിരുന്നു. രണ്ട് വ്യക്തികൾ അങ്ങുമിങ്ങും ചീത്ത പറയുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്ത് അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് കോപത്തിൽ മുഴുകിയും കൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ചേഞ്ചായി, അദ്ദേഹത്തിന്റെ കവിൾത്തടക്ക് വീർത്തു വരികയുണ്ടായി. ഈ കാഴ്ച കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അദ്ദേഹം ഒരു വാക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അപകടത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു വാക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതെന്താണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അപ്പോൾ കോപം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് പിശാചി ദൂരപ്പെടാൻ അതിലൂടെ സാധിക്കും. പിശാചി ദൂരപ്പെട്ട് കഴിഞ്ഞാൽ പിശാചിലൂടെയാണ് അല്പം മുമ്പ് ഞാൻ കേൾപ്പിച്ചതായ ഹദീസിൽ പറഞ്ഞതുപോലെ ലമ്മത്തും മിനശ് ശൈത്താൻ, പിശാചിന്റെ ഒരു ഭാഗമാണ് എന്ത്? ദേഷ്യം. അപ്പോൾ അതിനോട് വിട വാങ്ങാൻ നമുക്ക് സാധിക്കും. ഒരു മാർഗമാണത്. രണ്ടാമത്തെ ഒരു മാധ്യമമാണ് അബൂദർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം, മർഫൂ ആയിട്ട് തന്നെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണ്. ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിം, നിങ്ങൾ എന്നിട്ട് ഒരാള് ദേഷ്യപ്പെടുകയും
വരികയാണ്, ദേഷ്യം വന്നിരിക്കുകയാണ്, അവൻ നിൽക്കുകയാണെങ്കിൽ ഫല്യജിൽസ്, അവൻ ഇരിക്കട്ടെ. നിൽക്കുന്ന മനുഷ്യൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവൻ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അവൻ കിടക്കട്ടെ, അവൻ ഒരു സൈഡിലേക്ക് കിടക്കട്ടെ. അപ്പോൾ ആ ഉള്ള ചുറ്റുപാടിൽ നിന്നിട്ട് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ അവന്റെ ദേഷ്യം അടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും പോലെ, അതെ, നാം നമ്മുടെ കസ്റ്റഡിയിൽ ജീവിക്കുന്നവരോട് ദേഷ്യപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് മദീന ഇമാം ഉണർത്തുകയുണ്ടായി. അഥവാ നമ്മുടെ വേലക്കാർ, നമ്മുടെ ജോലിക്കാർ, അത് വീട്ടുവേലയിലാവട്ടെ അല്ലെങ്കിൽ കൃഷി വേലയിലാവട്ടെ, നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരാവട്ടെ, അവരോടൊക്കെ നാം ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടിയും കോപിക്കാതിരിക്കാൻ വേണ്ടിയും അത് അടിയിലേക്കും മറ്റുമായി മാറുന്ന രൂപത്തിലാവാതിരിക്കാൻ വേണ്ടിയും നാം പരിശ്രമിക്കേണ്ടതാണ്. നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും ദേഷ്യത്തെ കോപത്തെ അടക്കിക്കൊണ്ടുള്ളതായ സ്വഭാവവും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതാണ്. അബൂ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അടിമയെ അടിക്കുന്ന സന്ദർഭത്തിൽ ബേക്കിൽ നിന്നിട്ട് ശബ്ദം കേൾക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെക്കാളും കഴിവുള്ള ആളാണ്. നിങ്ങൾ ആ സഹോദരൻ, ആ സാധുവിന്റെ മേലിൽ നിങ്ങൾ അയച്ചുവിടുന്നതായ ആ അക്രമത്തെക്കാളും, അപ്പോൾ നിങ്ങൾ ആ സാധുവിന്റെ മേലിൽ അയച്ചുവിടുന്നതായ അടി അതിനേക്കാളും കഴിവുള്ള റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നിങ്ങളെ അതിന് പകരം ശിക്ഷിക്കുമെന്ന ആ വാക്ക് കേൾക്കുകയുണ്ടായി. മറിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ആ സംസാരിച്ചത്. ഉടനെ തന്നെ അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സ്വതന്ത്രനാക്കി റസൂലേ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം നൽകി, ലൗ ലം തഫ്അൽ ലഫഹതക അന്നാർ, അങ്ങനെ അവന് നീ മോചനം നൽകിയിട്ടില്ലെങ്കിൽ നിനക്ക് നരകം തട്ടിയിരുന്നേനെ, തീ തട്ടിയിരുന്നേനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഹദീസുകളൊക്കെ യഥാർത്ഥത്തിൽ എന്താണ്? നമുക്ക് പാഠമാണ്. നാം ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ ദേഷ്യം വരികയാണെങ്കിൽ കോപത്തെ അടക്കി വെക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അക്രമവും അനീതിയും അഴിച്ചുവിടാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് അത് അപകടത്തിലേക്ക്, തലാഖ് പോലത്തതായ അപകടത്തിലേക്ക്, കൊല പോലത്തതായ അതിലും വലിയതായ അപകടത്തിലേക്ക് എത്തിച്ചേർക്കുന്നതായ ഒരു മഹാപാപമാണ്, അല്ലെങ്കിൽ മഹാദൂഷ്യ സ്വഭാവമാണ് കോപം. അതിനെ നാം അടക്കി വെക്കാൻ വേണ്ടി പാടുപെടണം. അള്ളാഹു ബഹുമാനിച്ച, ആദരിച്ച, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അൽ കാളിമീൻ അൽ ഗൈദ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതായ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ഗ്രഹിക്കേണ്ടതുപോലെ, പഠിക്കേണ്ടതുപോലെ മനസ്സിലാക്കി പഠിച്ച് ഗ്രഹിച്ച് ഈ വിശുദ്ധ മാസമാകുന്ന ഈ ശഅബാൻ മാസത്തിൽ കഴിവിന്റെ പരമാവധി നാം സുന്നത്ത് നോമ്പ് വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയും അടുത്ത റമദാൻ മാസത്തിൽ വരുന്ന സന്ദർഭത്തിൽ ആ റമദാൻ മാസത്തിൽ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, പ്രത്യേകിച്ച് നോമ്പ് പിടിക്കാൻ ട്രെയിനിങ് നേടുന്നവരായി മാറാൻ പരിശ്രമിക്കേണ്ടതും ആണ്. അതിനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിലുള്ളതായ നോമ്പ് യാത്ര കാരണത്താലോ അല്ലെങ്കിൽ രോഗം കാരണത്താലോ വല്ലവർക്കും ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിൽ തന്നെ നോറ്റി വീടാൻ വേണ്ടി പരിശ്രമിക്കുക. അത് ഏത് ദിവസമാണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഫർള് നോമ്പ് എപ്പോഴും നോക്കാവുന്നതാണ്. ഫർള് നോമ്പ് വീട്ടാൻ ബാക്കിയുള്ളത് എപ്പോഴും നോക്കാവുന്നതാണ്. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന ഭാഗമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ അതേ രൂപത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് അവരിൽ നിന്നിട്ട് ഒഴിവായി പോയതായ നോമ്പിനെ ഈ മാസം അവസാനിക്കുന്ന മുമ്പ് തന്നെ നോറ്റി വീട്ടിയിട്ട് അവരുടെ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി പാടുപെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ വരുന്നതായ റമദാനിനെ സ്വീകരിക്കാൻ, അതുപോലെ റമദാനാത്തുകളെ സ്വീകരിക്കാൻ ദീർഘായുസ്സും ആരോഗ്യവും സിഹത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ റമദാനിൽ, ആ വിശുദ്ധ റമദാനിൽ, അതുപോലെ ശഅബാനിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് പ്രയാസപ്പെട്ടു പോയതായ ഭൂകമ്പം പോലത്തതായ അപകടത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമായ ആരെല്ലാം എവിടെയെല്ലാം പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസത്തിൽ നിന്നിട്ട് അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തട്ടെ. അവർക്ക് അതിനെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കട്ടെ. അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കട്ടെ, ബുദ്ധിമുട്ടുകളെ ദൂരം ചെയ്യട്ടെ. സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അള്ളാഹു നൽകട്ടെ. നമ്മുടെ സന്താനങ്ങളെയും സാലിഹ്യങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ. അതുപോലെ തന്നെ എണ്ണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ എണ്ണകൾ അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നിട്ട് രോഗം പിടിപെട്ടവര് ധാരാളം പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ മദീനത്തുൽ മുനവ്വറയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങളെയെല്ലാം പരിപൂർണമായി ആരോഗ്യവും സുഖവും നൽകുമാറാകട്ടെ. അവരുടെ രോഗത്തെ സുഖപ്പെടുത്തട്ടെ, പ്രയാസങ്ങൾ അകറ്റട്ടെ. അവരിലിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവർക്ക് സുഖപ്പെട്ട് ഡിസ്ചാർജായി പുറത്തു വരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അവർക്ക് നമുക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കി മാറ്റട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.